എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കേരള രാഷ്ട്രീയത്തിൽ ഇന്നേ വരെ കാണാത്ത വലിയൊരു ആറ്റം ബോംബ് പൊട്ടിക്കും. പ്രത്യേകിച്ച് BJPക്കെതിരെയും CPM-നെതിരെയും പെണ്ണ് കേസുമായി ബന്ധപ്പെട്ട വലിയൊരു ആറ്റം ബോംബ് പൊട്ടിക്കുമെന്നും ഭീഷണി മുഴക്കിയത് സതീശൻ തന്നെ പറഞ്ഞെന്താണെന്നറിയോ? അതായത് ഇനിയും നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായ ഷാഫി പറമ്പിലിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും പെണ്ണുപിടിയും അവിഹിത ഗർഭവും ഈ ഗർഭം കലക്കലുമൊക്കെ നിങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ പാർട്ടിയുടെ നേതാക്കന്മാർ നടത്തുന്ന പെണ്ണുപിടിയും കാര്യങ്ങളൊക്കെ ഞാൻ പുറത്ത് കൊണ്ടുവരുമെന്ന് വിരൽ ചൂണ്ടിയിട്ട്, അതായത് ഒരു പ്രത്യേക ആക്ഷനൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ ഞാൻ കൊണ്ടുവരും എന്നൊക്കെ ആക്കിയിട്ടുള്ളൊരു ആക്ഷൻ ഉണ്ട്. ഇതൊക്കെയാണ് ഈ സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. പൊതുവേ സതീശൻ ഉണ്ടല്ലോ മാധ്യമങ്ങൾക്ക് മുന്നിൽ എല്ലാം നല്ല സുസ്മേരവദനായിട്ടാണ് എല്ലാ മീഡിയ അഡ്രസ്സ് ചെയ്യുക. പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം മോഹിച്ച് കുപ്പായൊക്കെ അയേൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഏത് നിമിഷം 2024 നടക്കുന്ന അസംബ്ലി ഇലക്ഷനിൽ UDF അധികാരത്തിൽ വരുമെന്നും താൻ മുഖ്യമന്ത്രിയാകുമെന്നും, അതായത് സുഡാപ്പികളുടെ അടിമയായ താൻ വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആകുമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ പെട്ടെന്നാണ് ഈ ഇവന്മാരുടെ പെണ്ണുപിടിയൊക്കെ പുറത്തു വരുന്നത്. അത് ഇവന്മാരുടെ എന്താ പറയുക, ഇപ്പം പൊതുവെ എല്ലായിടത്തും പൊതുവെ ചർച്ച ഈ രണ്ട് വിത്തുകളെയും പോറ്റി നടക്കുന്നത് ഈ വി.ഡി. സതീശനാണെന്നില്ല ചർച്ച. രമേശ് ചെന്നിത്തല ഉയർത്തിക്കൊണ്ടുവന്നു. ചെന്നിത്തലക്കും ആവശ്യം മുഖ്യമന്ത്രിയാവണം. അപ്പോൾ ചെന്നിത്തല പത്തി നോക്കി അടിച്ചു എന്ന് തന്നെ പറയാം. അതായത് മസ്തകത്തിൽ ഈ വി.ഡി. സതീശൻ്റെ മസ്തകത്തിൽ നോക്കി അടിച്ചു. രാഷ്ട്രീയത്തിലാകുമ്പോൾ എതിരാളികൾ അടിച്ചാൽ ഇങ്ങനെയുള്ള പല പല കളികളും ഉണ്ടാവും. പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇതൊന്നൊരു പുത്തരിയല്ല. അവസരം കിട്ടുമ്പോൾ എന്താ പറയുക പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തും. അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് വർഷങ്ങളായിട്ട് കോൺഗ്രസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വി.ഡി. സതീശൻ ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് ഇങ്ങനെ പ്രത്യേക ആക്ഷൻ കാണിച്ചിട്ട് പറയാണ്, കോൺഗ്രസ്സിനെതിരെയും BJPക്കെതിരെയും ഞാൻ വലിയ അറ്റം ബോംബ് പൊട്ടിക്കുമെന്ന്. ഈ അറ്റം ബോംബ് പൊട്ടിക്കാൻ ഈ സതീശന് ആരാണ് ധൈര്യം കൊടുത്തത്? അപ്പോൾ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് തൻ്റെ ശിങ്കടികളായ തൻ്റെ വാത്സല്യ പുത്രന്മാരായ രാഹുൽ മാങ്കോട്ടവും ഷാഫി പറമ്പിലൊക്കെ പെണ്ണ് കേസിൽപ്പെട്ടിരിക്കുകയാണ്. അപ്പോഴോ ഇവന്മാരൊക്കെ എതിരിടണമെങ്കിൽ ഇതുമാതിരി ഒരു പെണ്ണ് കേസ് വേണം. ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ എവിടുന്ന് കിട്ടും? സ്വപ്ന സുരേഷിൻ്റെ പക്കൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ നോക്കി കോടികൾ കൊടുക്കാൻ തോന്നോ. സ്വപ്ന സുരേഷ് പറഞ്ഞു, ഒരു സാധനം ഞാൻ നിങ്ങൾക്ക് തരില്ല. അതായത് ഈ സ്വപ്ന സുരേഷ് ഈ ഇത്തരം പ്രശ്നങ്ങൾ ഉന്നയിച്ച സമയത്ത് ഈ പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശൻ ഒരക്ഷരം ഈ സ്വപ്ന സുരേഷിനെ അനുകൂലിച്ച് സംസാരിച്ചില്ല ഇവരെ പാർട്ടിയും. അപ്പോൾ ഈ വി.ഡി. സതീശൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് സ്വപ്ന സുരേഷിനെ അങ്ങനെ തിരിച്ച് സഹായിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ ഈ വിഷയത്തിൽ ഞാൻ സ്വപ്ന സുരേഷിൻ്റെ ഭാഗത്ത് തന്നെയാണ്. അതായത് അവന്മാർക്ക് കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് ഇവന്മാരെ കൂട്ടം കൂടി ആലോചിച്ചിരിക്കുകയാണ്. ഈ രാഹുൽ മാങ്കൂട്ടും ഷാഫി പറമ്പിലും വി.ഡി. സതീശനൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്, എങ്ങനെയാണോ ഇവന്മാരോട് പെണ്ണ് കേസ് കൊണ്ടുവരിക, എന്തെങ്കിലും കൊണ്ടുവരിക. അപ്പോഴാണ് പെട്ടെന്ന് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞു, വിളി അവനെ, നമ്മുടെ വാര്യരെ വിളിക്ക്, അവൻ്റെ പക്കലുണ്ടാവും. അവൻ BJP അടുത്ത കാലത്താണല്ലോ BJP കസേര കിട്ടാത്ത കസേര വാര്യർ ഇവിടത്തേക്ക് ചാടിയത്. വിളിക്ക് അവനെന്ന് പറഞ്ഞു. ഫോണെടുത്ത് വിളിച്ചു. വാര്യർ വന്നു. വാര്യർ പാലക്കാട് മറ്റെന്താ പറയുക ഷൊർണൂരില്ല വാര്യർ തിരുവനന്തപുരത്ത് മാങ്കൂട്ടം എത്തി, ഷാഫി പറമ്പിലെത്തി, വി.ഡി. സതീശൻ എല്ലാവരും വലിയ കണ്ടോൺമെൻറ്റ് ഹൗസിൽ വലിയ രീതിയിൽ ചർച്ച നടത്തി എങ്ങനെയെങ്കിലും ഒരു പെണ്ണ് കേസ് കൊണ്ടുവരണം. അപ്പോൾ വാര്യർ പറഞ്ഞു, എൻ്റെ പക്കലൊരു സാധനമുണ്ട്, BJP നേതാവിൻ്റെ എതിരെ പൊട്ടിക്കാൻ പറ്റിയ കിടിലം സാധനമുണ്ട്. ഒരു കാര്യം ചെയ്ത് സതീശേട്ടാ, മാധ്യമങ്ങൾക്ക് മുന്നിൽ ചെന്ന് പറ, എൻ്റെ കയ്യിൽ കിടിലം സാധനമുണ്ട്, BJPക്കാരെ തകർക്കുന്ന രീതിയിലുള്ള സാധനമുണ്ട്, കാച്ചിക്കോ ഒന്നും നോക്കണ്ട. പിന്നെ നേരെ പോയിട്ട് പറ, CPMകാരെ തകർക്കാൻ പറ്റിയ സാധനമുണ്ട്. നമ്മുടെ ഗോവിന്ദൻ മാഷെ എന്താ പറയുക അവരുടെ മകനുമായി ബന്ധപ്പെട്ട പല അഴിമതികളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവരെ പല തെളിവുകളുണ്ടെന്നൊക്കെ പറയപ്പെടുന്നു. നമുക്ക് അറിയില്ല എത്രത്തോളം ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നല്ലേ. അപ്പോൾ അങ്ങനെ സന്ദീപ് വാര്യർ വി.ഡി. സതീശനെ പിരികേറ്റി വിടുന്നു. അപ്പോൾ ഈ ചർച്ചയ്ക്കിടയിൽ വി.ഡി. സതീശൻ പല സത്യങ്ങളും ഈ സന്ദീപ് വാര്യർ അടുത്ത് തുറന്നു പറയുന്നു. അത് വരും ദിവസങ്ങൾ പുറത്തു വരും, വാര്യർ തന്നെ പുറത്തുവിടും എന്താണെന്നല്ലേ വി.ഡി. സതീശൻ ആരൊക്കെ പീഡിപ്പിച്ചു എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ സന്ദീപ് വാര്യർ പറയാണ്, നമ്മുടെ സി കൃഷ്ണകുമാറിനെതിരെ ഒരു കിടിലം സാധനമുണ്ട്, ഒരു പെണ്ണ് കേസാണ്, പോക്സോ കേസാണെന്നൊക്കെ പണ്ട് വി.ഡി. സതീശനെ പിരികേറ്റി വിടുന്നു. സതീശേട്ടാ ഒന്നും നോക്കണ്ട, പത്രപ്രവർത്തകർ മുന്നിൽ പോയിട്ട് അങ്ങ് പൊട്ടിച്ചോ, ഒന്നും നോക്കണ്ടെന്നില്ലേ ഒരു കോൺഫിഡൻസ് കൊടുത്തു. അപ്പോൾ എന്താണ് സംഭവം? ഇത് ഈ 2015 മുതൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ഈ സി കൃഷ്ണകുമാറിൻ്റെ ഫാമിലി ഭാര്യയുടെ സഹോദരിയുമായി ബന്ധപ്പെട്ട ആ സ്വത്ത് തർക്കത്തിൽ അവരെ ആ സ്ത്രീയെ കൃഷ്ണകുമാർ ഭീഷണിപ്പെടുത്തിയെന്നോ പീഡിപ്പിച്ചോ എന്നൊക്കെയുള്ള പരാതി. അത് കോടതി കണ്ടിട്ട് കോടതി അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കി തള്ളിക്കളഞ്ഞ കേസാണ്. ഈ കേരളത്തിലെ പല മാധ്യമങ്ങളും, അതായത് BJPക്കെതിരെ വാദോരാതെ സംസാരിക്കുന്ന നമ്മുടെ റിപ്പോർട്ടർ TV മൊട്ട അരുണല്ലേ, ആ ഒരു മത്തങ്ങ തലയും പോലും പറഞ്ഞത് ഇതെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ പണ്ടേ ചീറ്റിയ പടക്കാണെന്ന്. അപ്പോൾ ഈ പടക്കം വാര്യ പറഞ്ഞ ഈ പടക്കം വെച്ചിട്ടാണ് നമ്മുടെ ഈ
സതീശൻ പറഞ്ഞത് ഇതൊരു വലിയൊരു അറ്റം ബോംബായിരിക്കും. ബി ജെ പിയിൽ നിന്ന് പൊട്ടിച്ചു കഴിഞ്ഞാൽ ബി ജെ പിയുടെ നമ്മുടെ രാജീവ് ചന്ദ്രശേഖരൻ്റെ വീട്ടിലേക്ക് വിത്തുകാളയുമായിട്ട് നിങ്ങൾക്ക് യുവമോർച്ചയ്ക്ക് ഇപ്പം വലിയ സമരം നടത്തേണ്ടി വരുന്നൊക്കെ വലിയ വായിൽ വർത്തമാനം പറഞ്ഞതാണ്. ഈ കാര്യമാണ് അത് ഒരു നനഞ്ഞ പടക്കമായിപ്പോയി. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം എന്താ പറയണ്ടേ, ഈ സന്ദീപ് വാര്യരെ ഈ രാഹുൽ മാങ്കൂട്ടും ഷാഫി പറമ്പിലും ഇവരൊക്കെ ചേർന്നിട്ടല്ല അടിച്ചിട്ട് ഇവനെ തരിപ്പണമാക്കിയിരിക്കുകയാണ്. ഇവന് എന്താ പറയുക, ഇവൻ നമുക്കൊട്ട് പണയം ബി ജെ പിന്ന് ഇങ്ങോട്ട് വന്നതാണോ എന്ന് ഇവർ പോലും സംശയിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അമ്മാതിരി കുഴിയിൽ ചാടികളാണ്. ബി ജെ പിക്കെതിരെ ബോംബ് പൊട്ടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വലിയ മാധ്യമങ്ങൾക്ക് മുന്നിൽ വലിയ അഭ്യാസമൊക്കെ കളിച്ച ആളാണ് ഈ വി ഡി സതീശൻ. അപ്പോൾ ഈ വാര്യറെ വിശ്വസിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തത്. ഇത് മുമ്പേ നനഞ്ഞ പടക്കമായിരുന്നു അറിയില്ലോ. അപ്പോൾ ശരിക്കും വാര്യർ എന്താ പറയണ്ടേ, ഇവരുടെ ബി ജെ പിയിൽ നിന്ന് വന്നൊരു ചാരനാണെന്ന് മുമ്പ് ഈ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടൊക്കെ തന്നെ പറഞ്ഞ് പരത്തിയിരുന്നു. സത്യം പരമസത്യമാണ്. അല്ലാണ്ട് ഇമ്മാതിരി വി ഡി സതീശന് മുഖ്യമന്ത്രിയാവുന്ന ഒരു കുറച്ച് ഹോപ്പൊക്കെ ഉണ്ടായത് ഇതോടുകൂടി, ആ ബോംബ് നനഞ്ഞ പടക്കാണെന്ന് പറഞ്ഞപ്പോൾ അതോടുകൂടി ചീറ്റിപ്പോയതോടുകൂടി വി ഡി സതീശൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം അങ്ങ് കട്ടപ്പക ഗുദാഗവിയായി. ഇനി രമേശ് ചെന്നിത്തല സുഖമായിട്ട് മുഖ്യമന്ത്രിയാകും. അപ്പോൾ ഈ വാര്യർ ശരിക്കും ആരാണ്? ബി ജെ പിയുടെ ചാരനാണോ? ഈ കെ സുരേന്ദ്രൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് കുറച്ച് നാൾ മുന്നേ, പന്നികളായിട്ട് മൽപ്പിടുത്തത്തിന് പോകാൻ പാടില്ല, പോയി കഴിഞ്ഞാൽ പന്നികൾക്കൊരു ഹരായിരിക്കും, പക്ഷെ ഞങ്ങളുടെ മേത്ത് ചളി പുരളുന്നു. വളരെ സത്യമാണ്. അതായത് ഇപ്പം പണി കിട്ടിയിരിക്കുന്നത് ഈ വി ഡി സതീശനും ഷാഫി പറമ്പിലും മാങ്കൂട്ടത്തിരി ഒക്കെ തന്നെയാണ്. അപ്പോൾ എന്ത് തന്നെയാലും വാര്യറുണ്ടല്ലോ ബി ജെ പിയിലെ ഒരു ട്രോജൻ കുതിരയാണ്. അതായത് ബി ജെ പിയിൽ നിന്ന് വന്ന് കോൺഗ്രസ്സിൽ കയറിയ ഒരു ട്രോജൻ കുതിരയാണ്. അവിടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് ഇവരുടെ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്തിട്ട് അവരെ മൊത്തത്തിൽ തറുക്കുക. കുറച്ച് നാൾ മുന്നേ ഒരു സംഭവം ഉണ്ടായില്ലേ, എടോ സുരേന്ദ്ര, താൻ ഒറ്റത്തന്തൊക്കെ പറഞ്ഞവനാണ്, തൃശ്ശൂർ എന്നോട് മത്സരിക്കടാന്ന്. അതോടുകൂടി തൃശ്ശൂരിലെ കോൺഗ്രസ്സുകാരൊക്കെ ഈ സന്ദീപ് വാര്യരെ എടുത്തിട്ട് അലക്കാൻ തുടങ്ങി. ഇവൻ ആരോടാ തൃശ്ശൂർ വന്നിട്ട് തൃശ്ശൂർ മത്സരിക്കും, ഇവൻ സ്വയം ഈ തൃശ്ശൂരിനെ സീറ്റിന് എന്താ പറയുക, ഇത് ഒരു ക്ലെയിം ചെയ്യല്ലേ വി ഡി സുരേന്ദ്രനൊക്കെ വെല്ലുവിളിച്ചിട്ട്. അപ്പോൾ ഈ തൃശ്ശൂർ ഡി സി സി തന്നെ ഒഫീഷ്യൽ ഡി സി സി പ്രസിഡൻ്റ് അടക്കം സംസ്ഥാന നേതൃത്വത്തിന് പരാതി കൊടുത്തു. അതായത് അൺഒഫീഷ്യലായിട്ട് ഈ സന്ദീപ് വാര്യർ നമ്മുടെ നാണം കെടുത്തുന്നു, തൃശ്ശൂർ സീറ്റിന് വേണ്ടി ക്ലെയിം ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ ഈ മച്ചാനെ തൃശ്ശൂർ അടുപ്പിക്കരുത് എന്ന് തൃശ്ശൂർ ഡി സി സി ഒഫീഷ്യലായിട്ട് പരാതിപ്പെട്ടിരിക്കുകയാണ്. എ ഐ സി സിക്ക് വരെ പരാതിപ്പെട്ടിരിക്കുകയാണ് സന്ദീപ് വാര്യർക്കെതിരെ. അപ്പോൾ ഇവൻ്റെ കാര്യം കട്ടപ്പുകയാണ്. അതായത് ഇവൻ എന്താണ് വിചാരിച്ചിരിക്കുന്നത്? അപ്പോൾ ഇത് ഇവൻ്റെ തന്ത്രമാണോ ബി ജെ പിയുടെ തന്ത്രമാണെന്ന് വരും ദിവസങ്ങളെ മനസ്സിലാവും. അപ്പോൾ എന്തിനാണ് നമുക്ക് കാത്തിരിക്കാം. കേരള രാഷ്ട്രീയം ഇങ്ങനെ കലങ്ങി മറിയാണ്. പ്രത്യേകിച്ച് ഇവന്മാരുടെ പെണ്ണുപിടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കളം നിറയാണ്. മീഡിയക്കൊക്കെ ഒരുപാട് ചർച്ച ചെയ്യണം. സോഷ്യൽ മീഡിയയിലൊക്കെ എന്താ പറയുക, പ്രത്യേകിച്ച് ഈ വിഷ്വൽ മീഡിയയിലൊക്കെ നല്ല രീതിയിൽ ഇവന്മാരുടെ പെണ്ണുപിടി നല്ല രീതിയിൽ ചർച്ചയാവുന്നുണ്ട്. അപ്പോൾ ഇപ്പം മൊത്തത്തിലൊരു പോരാട്ടം നടക്കുന്നത് ആരാണ് വലിയ പെണ്ണുപിടിയന്മാർ എന്ന് എന്താ പറയുക പരസ്പരം തമ്മിലടിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട പല ഫ്ലക്സുകളും കണ്ടു. അത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ DYFIക്കാർ വെച്ചു, അതിനുശേഷം യൂത്ത് കോൺഗ്രസ്സുകാർ വെച്ചു. ഈ മറ്റേ CPM പെണ്ണുപിടിയന്മാരായ മുകേഷ്, MA ബേബി, പിന്നെ നമ്മുടെ മൂന്നാർ തോമ, പിന്നെ നമ്മുടെ പൂച്ച ശശീന്ദ്രൻ, ഇവരൊക്കെ വലിയ വോട്ടൊക്കെ വെച്ച് യൂത്ത് കോൺഗ്രസും തിരിച്ചടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് തന്നെയാലും ഇന്ത്യ സഖ്യം കേരളത്തിൽ പൊളിച്ചടിക്കുകയാണ്. പ്രബുദ്ധരായ മലയാളികൾ ഒരു കാര്യം ചെയ്യണം, വീണ്ടും ഇവർക്ക് തന്നെ വോട്ട് ചെയ്ത് ഇവരെ തന്നെ അധികാരത്തിലേറ്റണം. അതായത് മലയാളികൾ അർഹിക്കുന്ന ഭരണാധികാരികളാണ് ഇവരൊക്കെ. നല്ല രീതിയിൽ രാജ്യത്തെ മുന്നോട്ട് നയിക്കുകയും കേരളത്തെ എന്താ പറയേണ്ടത്, രാജ്യത്തെ നല്ലൊരു സമ്പൽ സമൃദ്ധിയിലേക്ക് നയിക്കുന്ന BJP ഒന്നും ഒരിക്കലും കേരളം ഭരിക്കാൻ പാടില്ല. നിങ്ങൾ അർഹിക്കുന്ന ഭരണാധികാരികൾ ഈ 2 കോഴികളുമാണ്. ഈ കോൺഗ്രസും CPM പോലത്തെ മൂത്ത കോഴികളാണ്. അപ്പോൾ നിങ്ങൾക്ക് 2026 വന്ന് അവർക്ക് വോട്ട് ചെയ്യണം. BJPക്ക് ഒരു സീറ്റ് പോലും കൊടുക്കാൻ പാടില്ല കേട്ടോ. ഓക്കെ, നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.